ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങളുള്ളത് ഫോർട്ട് കൊച്ചി ബീച്ചിലാണ്. സമയം ഒരു 7:30 ആയിട്ടുണ്ട്. കുറച്ച് സമയം കൂടി ആയാൽ നല്ല വെയിലായിരിക്കും. അതാണ് ഞങ്ങൾ രാവിലെ വന്നത്. ഈ ബീച്ചിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഞങ്ങൾ ഒരു റൂം എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ലഗേജും സാധനങ്ങളൊക്കെ അവിടെ വെച്ച് അവിടുന്ന് റെഡി ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇന്നലെ ഞങ്ങൾ അവിടെ റൂം എടുത്തത്. അപ്പോൾ രാവിലെ ആവുമ്പം നല്ല രസമാണല്ലോ, അതാണ് രാവിലെ വന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ സമയമായതുകൊണ്ട് അത്രയ്ക്ക് തിരക്കൊന്നുമില്ല, എന്നാലും കുറച്ച് ആളുകൾ കാണാൻ വേണ്ടിയിട്ടും വെള്ളത്തിലും കടലിൻ്റെ സൈഡൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കടലിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ട് ഞങ്ങൾ അതിലെ വെള്ളത്തിലൊക്കെ കുറേ നേരം കളിച്ച് 1 മണിക്കൂറോളം അവിടെ നിന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കാൻ വിചാരിച്ചു. അങ്ങനെ സൈഡിൽ കൂടെ നടക്കുകയാണ്. നമുക്ക് കുറേ ദൂരം ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പറ്റും. നല്ലൊരു പ്രത്യേക ഒരു രസമാണ് കേട്ടോ. ഈ ഭാഗത്തു കൂടെയൊക്കെ ഒരുപാട് ആൾക്കാരും ഉണ്ട്, രാവിലെ സമയമായതുകൊണ്ട്. അപ്പോൾ ഇന്നലെയൊക്കെ ഈ ഭാഗത്ത് നല്ല മഴയായിരുന്നു. അതിൻ്റേതായ ഒരു നനവും നമുക്കിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നല്ല വെയിൽ സമയത്താണ് മഴ പെയ്തത്. ഈ ബിൽഡിങ്ങൊക്കെ ഡച്ചുകാർ പണ്ട് കാലത്ത് പണിതതാണ്. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഹോട്ടലൊക്കെയാണ്. ഹോട്ടലും ആൾക്കാർക്കൊക്കെ സ്റ്റേ ചെയ്യാനുള്ള കെട്ടിടങ്ങളൊക്കെയാണിപ്പം. നല്ല രസമുണ്ട് കേട്ടോ. വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയൊരു ഫീലൊക്കെ ഉണ്ട്. ഇതിൽ നടക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. രാവിലെ സമയമായതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ നിറയെ പ്രാവുകളുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും കേട്ടോ. അത് നമ്മൾ നടക്കുമ്പോൾ നമ്മളെ തട്ടി നടക്കുന്ന പോലെ തോന്നും. നമുക്ക് പിടിക്കാനൊക്കെ പറ്റുന്ന പോലെ തോന്നും കേട്ടോ. അടുത്തേക്ക് വരുമ്പോൾ അത് പറന്നു പോകും. നല്ല രസമുണ്ട്. പിന്നെ കണ്ട രാവിലെ സമയമായതുകൊണ്ട് ഒരുപാട് മീൻ അവർ പിടിച്ച് അപ്പം തന്നെ കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഞണ്ടൊക്കെ കണ്ടോ, അങ്ങനെ ജീവനുള്ള ഞണ്ടാണ്.
നമുക്ക് നല്ല വിലക്കുറവിൽ ഇവിടുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ആൾക്കാരൊക്കെ വന്ന് വാങ്ങുന്നുണ്ട്. രാവിലത്തെ കാഴ്ചകളാണിത്. കടലിൻ്റെ സൈഡിൽ എല്ലാ മീനും ഉണ്ട്. കൊഞ്ചൊക്കെ വലിയ വലിയ കൊഞ്ചുകൾ. ഞാൻ ഇത്രയും വലുതൊക്കെ കുറേ നാളായിട്ടാണ് കണ്ടിട്ട്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വേറൊരു ഭാഗത്ത് വന്ന് കടലിൻ്റെ ഭംഗിയൊക്കെ നോക്കി കുറേ നേരം ഇരുന്നു. അവിടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം ഇരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സമയം ഒരു 10:30 ആയിട്ടുണ്ട്. നമ്മൾ വരുന്ന വഴിയിലുള്ള കാഴ്ചകളാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടലിൽ കയറി. ദോശയാണ് ഞങ്ങൾ കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ദോശയും ചട്നിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചായയും കുടിച്ചു. ഇവിടെ ഞങ്ങൾ കുറേ നേരം നിന്നു. രാവിലെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അങ്ങനെ ക്യൂ ഒക്കെ നിന്നു. അതിന് ശേഷമാണ് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയത്. സീറ്റൊക്കെ കിട്ടി. നല്ല വിശപ്പുണ്ടായിരുന്നു. 10:30 ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. നല്ല ദോശയും ചട്നിയും സാമ്പാറിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ റൂമിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ എടുത്ത റൂം. ഇതാ ഫ്രണ്ടിൽ മേൽഭാഗം കേട്ടോ. 3 നിലേൻ്റെ മേളിലാണ്. മേളിൽ നിന്നാൽ ഉള്ള കാഴ്ചകളാണ്. നല്ല രസമുണ്ട് കേട്ടോ ഈ ഭാഗങ്ങളൊക്കെ. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ ഇപ്പുറത്താണ് നമ്മളെ ബീച്ച്. ഇന്നലെ ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു. ഇന്നും ഞങ്ങൾ വരുന്ന സമയത്ത് മഴ പെയ്തു. ഞങ്ങൾ ബീച്ച് കണ്ടു വരുമ്പം ഒരുവിധം നല്ല മഴ പെയ്തു. ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. നല്ല റൂമാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇന്ന് ഞങ്ങൾ ഈ റൂം വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്കാണ് പോണത്. അപ്പോൾ ഇതാ റൂമിൽ നിന്നൊക്കെ ഇറങ്ങുകയാണ്. ഡ്രസ്സൊക്കെ ചെയ്ത് റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. റൂമൊക്കെ പൂട്ടി കീയൊക്കെ എടുത്തിട്ട് സ്റ്റെപ്പ് ഇറങ്ങുകയാണ്. അപ്പോൾ 3 നിലേൻ്റെ മേളിലായതുകൊണ്ട് ഒരുപാട് സ്റ്റെപ്പ് ഇറങ്ങണം. നല്ല രസമായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിച്ച റൂം. ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ ഇങ്ങനെയാണ്. ഞങ്ങളുടെ വണ്ടി ഇതാ താഴെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ ഓണർ ഗേറ്റൊക്കെ തുറന്ന് തന്നു. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ അതിൻ്റെ ബാക്കിലോട്ട് വെക്കുകയാണ്. ഇനി ഞങ്ങൾ ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെ വണ്ടിയിലൊക്കെ കയറി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പുറപ്പെടുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.